ഇത് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായ കൊക്കോൺ പറിച്ചതാണ്. അപ്പോൾ ഇത് കൊക്കോ പൗഡർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത് നമ്മളിങ്ങനെ രണ്ടായിട്ട് ഒരു കല്ലുകൊണ്ട് അല്ലെങ്കിൽ വെയിറ്റുള്ള എന്തെങ്കിലും കൊണ്ട് ഇടിച്ച് പൊട്ടിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് ഈ കുരുകളെടുക്കുക. ഇതുപോലെ ഇരിക്കും ഈ കുരുക്കൾ. അതിനകത്ത് ചീത്തക്കുരുവൊക്കെ ഉണ്ടാവും, അതായത് ഇങ്ങനെ ചളങ്ങ പുളുങ്ങാതിരിക്കണ കുരുവൊക്കെ ഉണ്ടാവും. അതൊന്നും നമുക്ക് ആവശ്യമില്ല. ഇതുപോലെ ഇതെല്ലാം നമ്മൾ ഇതുപോലെ ചെയ്തെടുക്കണം. ഇതുപോലെ ഒരു വെയിറ്റുള്ള സാധനം കൊണ്ട് ഇടിച്ച് അത് രണ്ടായിട്ടാക്കിയിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് ആ കുരുവെടുത്ത് ഇനി നമുക്കിത് ഇത്രയും കിട്ടിയിട്ടോ. ഇനി നമുക്കിത് കഴുകിയെടുക്കണം, നന്നായിട്ട് തിരുമ്മി കഴുകിയെടുക്കണം. ഈ വൈറ്റ് സാധനം നന്നായിട്ട് ഇങ്ങനെ ഇഴുകിയിരിക്കും. നമ്മൾ കയ്യിൽ നിന്ന് തീട്ടിപ്പോവും വെള്ളത്തിലിട്ട് കഴിഞ്ഞ്. പക്ഷേ മാക്സിമം അത് നമ്മൾ വൈറ്റ് കളഞ്ഞെടുക്കണം. കളയാൻ പറ്റണ അത്രയും കളഞ്ഞാൽ മതി, മുഴുവനായിട്ട് കളയണമെന്നൊന്നുമില്ല. ഇങ്ങനെ തിരുമ്മി നന്നായിട്ട് കഴുകിയെടുക്കുക. ഓവറോൾ എല്ലാം അങ്ങ് പോവുകയൊന്നുമില്ല, എന്നാലും പറ്റണ പോലെ നമ്മളത് കഴുകിയെടുക്കുക. എനിക്ക് പനിയായിട്ടിരിക്കുന്നതുകൊണ്ട് എൻ്റെ സൗണ്ടിന് കുറച്ച് പ്രശ്നമുണ്ട്, എല്ലാവരും ക്ഷമിക്കണം. അപ്പോൾ അതുകൊണ്ടാണ് എൻ്റെ സൗണ്ട് ഇങ്ങനെ ഇരിക്കുന്നത്. എന്നിട്ട് നമ്മൾ ഇപ്പോൾ ഇത് കഴുകി ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട്. എല്ലാം ഒന്നും പോയിട്ടില്ല, എന്നാലും ഏകദേശം ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് ഇത് ഡ്രെയിൻ ചെയ്തിട്ട് നന്നായിട്ട് വെള്ളം പോയിട്ട് വെയിലത്ത് ഉണക്കാൻ വെക്കണം. ഞാനൊരു മുറത്തിൽ പേപ്പർ വിരിച്ചിട്ട് അതിലാണ് ഇട്ടേക്കുന്നത്. കണ്ട, ചോക്ലേറ്റ് കുരുവാണ് അതിൻ്റെ ഉള്ളിൽ. നല്ല വെയിലുണ്ട് ഇപ്പോൾ നല്ല വെയിലത്തിട്ട് ഉണക്കാനായിട്ട് ഇട്ടേക്കുവാണേ. ഇടയ്ക്ക് നന്നായിട്ട് ഉണങ്ങി കഴിയുമ്പോൾ ഇത് ഇങ്ങനെ ഇരിക്കും. കറക്റ്റ് നമ്മുടെ ബദാമൊക്കെ ഇരിക്കില്ലേ, അതുപോലെ ഇരിക്കും. ബദാമാണെന്നേ തോന്നുള്ളൂ, അതുപോലെ ഇരിക്കും. ഇത് നന്നായിട്ട് ഉണങ്ങിയതാണിത്. നമ്മൾ ഇത് വറുത്തെടുക്കണം, അതായത് എണ്ണ ഒന്നും ഒഴിക്കാണ്ട് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പം ഞാനൊരു ചട്ടി അടപ്പത്ത് വെച്ചിട്ടുണ്ട്, ഒരു ചീനച്ചട്ടിയാണ് വെച്ചേക്കണത്. നമുക്കിതിനകത്ത് എണ്ണയൊന്നും ഒഴിക്കാണ്ട് വെറുതെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. ഇതെല്ലാം അതിനകത്തിട്ടിട്ട് ഇനി നമ്മൾ നന്നായിട്ടൊന്ന് ഹൈ ഫ്ലെയിമിലിട്ട് തന്നെ നന്നായിട്ടൊന്ന് ഇളക്കി നല്ലപോലെ കൈയെടുക്കാതെ ഇളക്കണം, അല്ലെങ്കിൽ ഇട്ടിട്ടൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അത് കരിഞ്ഞു പോവും. അപ്പം നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് അത് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കുക. നമ്മുടെ കപ്പലണ്ടിയൊക്കെ ഫ്രൈ ചെയ്യൂലേ, അത് മണ്ണൊക്കെ ഇട്ടിട്ടാണ് ഫ്രൈ ചെയ്യണത്, അല്ലാതെ ഫ്രൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുപോലെ വേണം നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. എണ്ണയൊന്നും ഒഴിക്കാതെ ഡ്രൈ ആയിട്ട് ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. റോസ്റ്റായി കഴിയുമ്പോഴത്തേക്കും ഇതുപോലെ ആവും. അപ്പോൾ കൈ കൊണ്ട് ഇങ്ങനെ നമ്മൾ കപ്പലണ്ടിയുടെ തൊണ്ടൊക്കെ എടുക്കില്ല, അതുപോലെ നോക്കുമ്പോഴത്തേക്കും തൊണ്ട് വേറെ കുരു വേറെ അങ്ങനെ വരുന്ന ഒരു സമയം, അതാണ് നന്നായിട്ട് റോസ്റ്റ് ആയിട്ടുണ്ടെന്നുള്ളൊരു ഇതാണത്. അപ്പോൾ റോസ്റ്റ് ആകുമ്പോഴത്തേക്കും ഈ ചട്ടിയുടെ ഉള്ളിൽ കിടന്ന് പൊട്ടണ സൗണ്ട്, തൊണ്ട് പൊട്ടുമ്പോൾ പോപ്പ് പോപ്പ് എന്നും പറഞ്ഞൊരു സൗണ്ട് കേൾക്കും. എല്ലാം അതുപോലെ പൊട്ടും, തൊണ്ടൊക്കെ ഇങ്ങനെ വിട്ടുപോരും. അപ്പോൾ ആ ഒരു സമയമാകുമ്പോൾ നമുക്കിതെടുക്കാം. ഇതിപ്പോൾ റോസ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു പാത്രത്തിലോട്ട് മാറ്റാം. ഇതിപ്പോൾ ചൂടൊന്ന് ആറാൻ വേണ്ടിയിട്ടാണ് ഞാനൊരു പ്ലേറ്റിലോട്ട് മാറ്റിയേക്കുന്നത്. ഇനി നമുക്ക് ഇതുപോലെ ചെയ്ത് ഒരു പാത്രത്തിലോട്ട് മാറ്റാം. കുരു വേറെ തൊണ്ട് വേറെ ആക്കിയിട്ട് മാറ്റാം. ഇതുപോലെ ഇതെല്ലാം ചെയ്തെടുക്കണേ. ഇത് റോസ്റ്റായി കഴിയുമ്പോൾ നല്ല മണമായിരിക്കും ചോക്ലേറ്റിൻ്റെ. ഒറിജിനൽ ചോക്ലേറ്റിൻ്റെ ഒരു സ്മെല്ലങ്ങ് വരില്ല. എന്ന് പറഞ്ഞാൽ നമ്മൾ ചോക്ലേറ്റൊക്കെ ഉണ്ടാക്കുമ്പോൾ ഷുഗറും വേറെ ഫ്രാഗ്രൻസും ഒക്കെ ആഡ് ചെയ്തിട്ടാണല്ലോ ചോക്ലേറ്റ് ഉണ്ടാക്കണത്. അപ്പോൾ പൊടിച്ച് കഴിയുമ്പോഴാണ് അതിൻ്റെ ആക്ച്വൽ സ്മെല്ലും നമുക്ക് കിട്ടുന്നത്. ഇതിപ്പോൾ നമ്മൾ പൊടിച്ചിട്ടില്ലല്ലോ, ഇപ്പം തൊണ്ട് വേറെ കുരു വേറെ ആക്കി മാറ്റുന്നല്ലേ ഉള്ളൂ. അപ്പോൾ ആ കറക്റ്റ് സ്മെല്ല് ഇപ്പം കിട്ടില്ല. പൊടിച്ച് കഴിയുമ്പോൾ കറക്റ്റ് ഒറിജിനൽ ചോക്ലേറ്റ് പൗഡറും കിട്ടും,
നല്ല സ്മെല്ലും ആയിരിക്കും. പക്ഷേ എനിക്ക് പൊടിച്ച് കഴിഞ്ഞിട്ടുള്ള വീഡിയോ എനിക്ക് കിട്ടിയില്ല. പൊടിച്ച് കഴിയുമ്പോൾ